തങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ഒടുവിൽ വളരെ സിമ്പിളായി പറഞ്ഞിരിക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി. പാർട്ടിയുടെ വെബ്സൈറ്റിൽ കേരളത്തിലെ തോൽവിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്കെല്ലാം കേന്ദ്രീകരിച്ചത് തോൽവിയുടെ പ്രധാന കാരണമായി പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പിണറായിയുടെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായിരുന്നില്ലെന്ന കുറ്റസമ്മതവും കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലുണ്ട്. കേരളത്തിലെ തോൽവിയുടെ പ്രധാന കാരണക്കാരൻ പിണറായി എന്ന് പറയാതെ പറയുകയാണ് കേന്ദ്ര കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന പ്രധാന ആരോപണവും വിമർശനവുമായിരുന്നു പിണറായി വിജയനിലേക്ക് CPM-ഉം LDF-ഉം ചുരുങ്ങിയിരിക്കുന്നു എന്നത്. കേരളത്തിൽ തെക്കു മുതൽ വടക്ക് വരെ പിണറായിയുടെ പടം മാത്രം ഫ്ലെക്സ് അടിച്ചു വെച്ച് മറ്റാരുണ്ട് എന്ന് വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചത് ജനങ്ങളിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് CPM-ന് തിരിച്ചടിയാകുമെന്നും ഒരു കൂട്ടം മാധ്യമങ്ങളും UDF-ഉം അന്നേ തുറന്നു പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ CPM തയ്യാറായില്ല. പിണറായിയുടെ തല, പിണറായിയുടെ ഫുൾ ഫിഗർ എന്ന ലൈനിൽ തന്നെയാണ് അവർ പാർട്ടിയെയും മുന്നണിയെയും കൊണ്ടുപോയത്. ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയപ്പോൾ മാത്രമാണ് അത് തെറ്റായി പോയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. പിണറായിയെ മാത്രം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് UDF-ന് വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെയായി എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. CPM BJP ഡീൽ എന്ന UDF പ്രചരണം ശരിക്കും ഏറ്റെന്ന് സമ്മതിക്കുന്നുണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി. അതിനെ ഫലപ്രദമായി നേരിടുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടെന്നും അതുവഴി മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്ക് എതിരായെന്നുമാണ് കണ്ടെത്തൽ. ഇനി അടുത്തത് ആഗോള അയ്യപ്പ സംഗമത്തിൽ BJP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വായിച്ചതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഒരു മന്ത്രി തന്നെ ഈ സന്ദേശം വായിച്ചത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ തകർത്തെന്നും അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകിയെന്നും വൈകിയെങ്കിലും തിരിച്ചറിയുന്നുണ്ട് CPM. അന്നിക്കാര്യം ചൂണ്ടിക്കാട്ടി വിമർശനം ഉയർത്തിയ കോൺഗ്രസിനെയും UDF-നെയും ആക്രമിക്കുകയായിരുന്നു സഖാക്കൾ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാടിലും ചെറിയ തോതിൽ സ്വയം വിമർശനം നടത്തുന്നുണ്ട് CPM. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോട് ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്ന സ്വയം വിമർശനം നടന്നു എന്നാണ് പറയുന്നത്. ഇതേ വെള്ളാപ്പള്ളിയെ നമ്പർ 1 സ്റ്റേറ്റുകാരിൽ കയറ്റിക്കൊണ്ടുപോയ പിണറായിയുടെ നടപടിയെക്കുറിച്ച് പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. പാർട്ടിക്ക് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ലെന്ന് തുറന്നു സമ്മതിക്കുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി. അതായത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പാർട്ടിക്ക് യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ പിണറായി പാർട്ടിക്ക് അതീതനായിരുന്നു എന്ന്. അക്കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: മുൻകാലങ്ങളിൽ തങ്ങൾ ഭരണത്തെ നയിക്കുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതുവഴി എല്ലാ വിഷയങ്ങളും വിശദമായി പാർട്ടിയിൽ ചർച്ച ചെയ്യുകയും പാർട്ടിയും സർക്കാരും തമ്മിൽ ശരിയായ ഏകോപനം ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഇത് സർക്കാർ തെറ്റുകൾ ചെയ്യുന്നത് തടയുന്നതിനും സഖ്യകക്ഷികൾക്കോ എതിരാളികൾക്കോ തങ്ങളെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാൻ അവസരം നൽകാതിരിക്കുന്നതിനും സഹായകരമായിരുന്നു. അതായത് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ സർക്കാർ പല തെറ്റുകളും ചെയ്തു. അതൊന്നും തടയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പിണറായിയെ പേടിച്ച പാർട്ടി അതൊന്നും തടഞ്ഞില്ല എന്ന് ചുരുക്കം. നേതാക്കന്മാരുടെ വായാടിത്തവും വാമൊഴി വഴക്കങ്ങളുമെല്ലാം പാർട്ടിയെ നശിപ്പിച്ചു എന്നും തുറന്നു പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. മുതിർന്ന നേതാക്കൾ പോലും ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ് പാർട്ടി അവലോകന റിപ്പോർട്ട്. KK ശൈലജയെപ്പോലൊരു മുതിർന്ന നേതാവിനെ മണ്ഡലം മാറ്റിയത് ശരിയായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റിയെന്നും അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്നുമാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത്. തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെയാണ് ഉത്തരവാദിത്തമെന്ന് പറയുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്.